ലാസ് വേഗസിലൂടെയുള്ള എൻ്റെ യാത്ര. യുഎസിലെ നെവേഡ സ്റ്റേറ്റിലെ ലോകപ്രശസ്തമായ സിറ്റിയാണ് ലാസ് വേഗസ്. യുഎസ്എയിലെ മൊഹാവി മരുഭൂമിയിലാണ് ആഡംബരങ്ങളുടെ, ആഘോഷങ്ങളുടെ, സന്തോഷങ്ങളുടെ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരത്തെ സിൻ സിറ്റി എന്ന പേരിലും വിളിക്കപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ചൂതാട്ട കേന്ദ്രങ്ങൾ, റിസോർട്ടുകൾ, പബ്ബുകൾ, ബാറുകൾ എന്നുവേണ്ട എല്ലാം, ആഘോഷത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തം. കാശുണ്ടെങ്കിൽ ഒരുവന് എത്രയധികം ആഘോഷിക്കാമോ അത്രയധികം, യാതൊരു പരിധികളുമില്ലാതെ ആഘോഷിക്കാം എന്നുള്ളതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ ലാസ് വേഗസ് സ്ട്രിപ്പിലൂടെ നടക്കുകയാണ്. ഇതും വളരെ പ്രശസ്തമാണ്. ലാസ് വേഗസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഇതിനാണ് ലാസ് വേഗസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ആളുകൾ, പല രാജ്യക്കാർ, പല ദേശക്കാർ, വർണ്ണമില്ല, യാതൊരു വിവേചനവുമില്ല, എല്ലാവരും അത് ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും മില്യൺ ആളുകളാണ് ഇവിടെ എത്തുന്നത്. അവരിവിടെ ആഘോഷിക്കുന്നു. ഇത് സൈറ്റ് സീയിങ്ങിന് പോകുന്ന ബസ്സുകളാണ്. അതായത് നമുക്ക് കാശ് കൊടുത്ത് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3, 4 മണിക്കൂറത്തേക്ക് ടിക്കറ്റ് എടുക്കാം. ഇതിങ്ങനെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ ഇറങ്ങുക, ബസ്സിൽ കയറി ഒരു പോയിന്റ് ഇറങ്ങുക, അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത ബസ്, അതിൻ്റെ പുറകെ അടുത്ത ബസ് വരുന്നുണ്ടാവും, അതിൽ കയറി അടുത്ത പോയിന്റിൽ ഇറങ്ങാം. അങ്ങനെ ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി. ഇത് സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സാണ്. പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. എന്നാലും നടന്ന് കാഴ്ചകൾ കാണുന്നതാണ് നല്ലത്. അതിനുള്ള വാക്ക് വേസ് ഉണ്ട്, അതിലൂടെ നടക്കാം. ലാസ് വേഗസിലെ പ്രശസ്തമായ ന്യൂയോർക്ക് കാസിനോ ഹോട്ടലിൻ്റെ മുൻവശമാണ്. അതിൻ്റെ മുൻപിൽ ഒരു വലിയ പ്രതിമയുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മറ്റൊരു പതിപ്പ്, അതിൻ്റെ ഒരു മോഡലാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്കിലാണുള്ളത്. അതുപോലെ തന്നെ അത്രയും പൊക്കമില്ലെങ്കിലും അതിൻ്റെ ഒരു മാതൃക, അതിൻ്റെ ഒരു മോഡൽ. എന്നാലും ഈ ലാസ് വേഗസിൽ എവിടെ നോക്കിയാലും ഇത് കാണാൻ പറ്റും. എവിടെ നിന്ന് നോക്കിയാലും ഈ പ്രതിമ കാണാം. അത്യാവശ്യം വലിയ ഹൈറ്റിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളവിടെ നിന്ന് മുന്നോട്ട് പോയി, ഇത് എക്സ്കാലിബർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഈ കാണുന്നത്. ലാസ് വേഗസിലെ മറ്റൊരു പ്രശസ്തമായ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്, എക്സ്കാലിബർ ഹോട്ടൽ. വേഗസ് ട്രിപ്പിലൂടെയുള്ള മധു നിരഞ്ജൻ്റെ യാത്ര തുടരുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.